പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മളെ ജിമെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഞാൻ പറയാൻ പോകുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. എന്തായാലും എപ്പോഴും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ ഫോണിലെല്ലാം ഒരു ജിമെയിൽ ആപ്ലിക്കേഷൻ കാണും. അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ചിലർക്കെല്ലാം മെയിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, മെസ്സേജ് അയക്കും പോലെ നമുക്ക് മെയിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് മെയിൽ അയക്കേണ്ടതെന്ന് മിക്കവാറുമുള്ള കൂട്ടുകാർക്കെല്ലാം അറിയാൻ സാധിക്കും. ഇതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും, കോമ്പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിലൊരു പെൻസിലിൻ്റെ ഐക്കൺ കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൽ ഐ ഡി ഇതാ ഇവിടെ വരും, ഫ്രമിൽ വരും. അത് പോയിട്ട് താഴെ ടു ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു മെയിൽ ഐ ഡി നമ്മളിവിടെ കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ സബ്ജക്റ്റ് എന്താണ് നമുക്ക് മെയിൽ അയക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ രേഖപ്പെടുത്തി കൊടുക്കും. എല്ലാം നിങ്ങൾ സാധാരണ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമുക്കിതിലൊരു പിക്ചർ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ അറിയാൻ സാധിക്കും. ചില മെയിലുകളിൽ നമ്മളൊരു സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ അയക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. ബാങ്കിൻ്റെയും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഉള്ള മെയിലുകളിൽ നമുക്കത് ചേർക്കേണ്ടി വരുന്നു. അത് നമുക്ക് എങ്ങനെയാണ് അയച്ചു കൊടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും അത് ചില സുഹൃത്തുക്കൾക്കെല്ലാം അറിയാൻ സാധിക്കും. എന്നാലും അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉപകാരമായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു പിക്ചർ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു അറ്റാച്ച് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അറ്റാച്ച് ഫയൽ, ഇൻസെർട്ട് ഫ്രം ഡ്രൈവ്, ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഡ്രൈവിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, നമുക്ക് അറ്റാച്ച് ഫയലിൽ നിന്നും എടുക്കാം. ഇതൊന്ന് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗാലറി ഓപ്പൺ ആവുകയും നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ള പിക്ചറുകൾ എടുക്കാൻ സാധിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു പിക്ചർ എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ പിക്ചർ ഞാനിവിടെ കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ഒരു സെൻഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ്ട് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കിവിടെ സെൻഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ പിക്ചറുകൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ, നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പിക്ചർ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇതറിയാത്ത സുഹൃത്തുക്കൾക്ക് വളരെ ഉപകാരമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.